ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد وإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിക്കും തോറും രോഗത്തിന് യാതൊരു കുറവും നമ്മൾ കാണുന്നില്ല. പ്രത്യേകിച്ച് പെട്ടെന്നുള്ള അസുഖങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചെറുപ്പക്കാരിൽ പലർക്കും സാരമായ രോഗങ്ങൾ ഇന്ന് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഹാർട്ട് അറ്റാക്കായിട്ടും അതുപോലെ സ്ട്രോക്കായിട്ടും വൃക്കരോഗങ്ങളായിട്ടും മറ്റു വിവിധ ഇനം ക്യാൻസറുകളായിട്ടുമൊക്കെ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം ചികിത്സയാകട്ടെ ലക്ഷങ്ങളുടെ ബാധ്യത വിളിച്ചു വരുത്തുന്നതുമാണ്. ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷം രോഗിയെ തിരിച്ചു കിട്ടാതെ വരികയും അത് ചികിത്സിച്ചതിൻ്റെ പേരിൽ നിരാലംബരായ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതം പിന്നീട് ഒരു ചോദ്യചിഹ്നമായി മാറുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇന്ന് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ്. പ്രയാസം അനുഭവിക്കുന്നവർക്ക് എല്ലാം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അവരെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയാതെ കുടുംബങ്ങളും അവരുടെ സുഹൃത്തുക്കളുമൊക്കെ വല്ലാത്ത സംഘർഷം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ പെട്ടെന്ന് രോഗം ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇനി എന്താണ് അവരോട് പറയുക, എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കുക എന്ന് പറയാൻ കഴിയാതെ അതിൽ ആശയക്കുഴപ്പത്തിലകപ്പെടുന്ന ആളുകളും ഇന്ന് വർദ്ധിക്കുകയാണ്. എന്നാൽ രോഗിയാകട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആടി ഉലയുകയും ചെയ്യും. ഇത്തരം ആളുകളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. കാരണം നല്ല അറിവുള്ളവർ പോലും, അത് മെഡിസിനുമായി ബന്ധപ്പെട്ട അറിവുള്ളവരാണെങ്കിലും ശരി, മതപരമായ വിവരമുള്ളവരാണെങ്കിലും ശരി, ഇങ്ങനെ ഒരു വിഷയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ അയാൾക്ക് തന്നെ സാധിച്ചു കൊള്ളണമെന്നില്ല. അത് വേറൊരാളുടെ സഹായവും ഉപദേശവും ഇടപെടലും ഒക്കെ അതിന് ആ സന്ദർഭത്തിൽ ഒരു പക്ഷേ ആവശ്യമായിരിക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ ഫീ ഖുറബി ദുനിയ നഫസ അല്ലാഹു അൻഹു കുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഈ ദുനിയാവിലെ ഏതെങ്കിലും ഒരു പ്രയാസം, ഒരു മുഅ്മിനിൻ്റെ ബുദ്ധിമുട്ട് ആരെങ്കിലും നീക്കി കൊടുക്കുകയാണ് എങ്കിൽ പരലോകത്ത് അള്ളാഹു അതിൻ്റെ പേരിൽ നമ്മുടെ ബുദ്ധിമുട്ട് എന്ത് ചെയ്യും, നീക്കിത്തരുമെന്നാണ്. വമൻ യസ്സറ അലാ മുഅസ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ എന്നാണ്. ആരെങ്കിലും ഒരു ബുദ്ധിമുട്ട്
അത് എളുപ്പമാക്കി കൊടുത്താൽ, ഈ ദുനിയാവിൽ എളുപ്പമാക്കി കൊടുത്താൽ ആഖിറത്തിൽ എന്ത് ചെയ്യും? അള്ളാഹു നമ്മുടെ ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി തരുമെന്നാണ്. ഇങ്ങനെ ഒരുപാട് സമാനമായ പ്രമാണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെ ആരെങ്കിലും പ്രയാസങ്ങളിലൊക്കെ അകപ്പെടുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുകയും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുക എന്നത് നമ്മളെല്ലാവരും നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ രോഗികൾക്കും രോഗികളോട് ഇടപെടുന്നവർക്കും ഉണ്ടാകേണ്ട ചില തിരിച്ചറിവുകളുണ്ട്. പെട്ടെന്ന് വീട്ടിലോ കുടുംബത്തിലോ ഒക്കെ ആർക്കെങ്കിലും അസുഖം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് രോഗി ശ്രദ്ധിക്കേണ്ടതുണ്ട്, രോഗിയോട് ഇടപെടുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രോഗത്തെ നമ്മൾ ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ്. എന്നാൽ തന്നെ പകുതി ആശ്വാസവും. എനിക്കൊരു രോഗമുണ്ടായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ എന്ത് ചെയ്യുക? ഉൾക്കൊള്ളുക. ചില ആളുകളൊക്കെ അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാലും അതുണ്ടാകാൻ സാധ്യതയില്ല എന്ന ഒരു മൂഢവിശ്വാസത്തിൽ അങ്ങനെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിന് മറിച്ച് അത് ഒരു വസ്തുതയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്കൊരു രോഗം വന്നിരിക്കുന്നു എന്ന കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുക? ഉൾക്കൊള്ളുക. എന്നാൽ തന്നെ ഒരു 50% പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇതെല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇത് നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നൊരു ഘട്ടം കൂടിയാണ്. ഇത് വിശ്വാസികൾക്ക് മാത്രമേ അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓതി വെച്ച ആയത്ത് നോക്കൂ നിങ്ങൾ. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും. മാ അസ്വാബ ബാധിക്കുന്നേ ഇല്ല മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും. ഈ ഭൂമിയിലാകട്ടെ നിങ്ങളുടെ ശരീരത്തിലാകട്ടെ നിങ്ങൾക്ക് യാതൊന്നും തന്നെ ബാധിക്കുന്നില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ. അതിനെ അള്ളാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ് അതൊരു വ്യക്തമായ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഇന്നദാലിക അലല്ലാഹി യസീർ. ആ രേഖപ്പെടുത്തലാകട്ടെ അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യവുമാകുന്നു എന്നാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന സമയത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടാകും, ഏതൊക്കെ രോഗം വരും, ഏത് സമയത്താണ് വരിക, എപ്പോഴാണ് നമ്മൾ മരിക്കുക, ഏത് രീതിയിലാണ് അത് സംഭവിക്കുക എന്നുള്ള കാര്യം എല്ലാം അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ഖലാ ഖദർ എന്ന് പറയുന്ന ഒരു വിശ്വാസം. അത് എത്രത്തോളം നമുക്കുണ്ട് എന്ന് ഇത്തരം ഘട്ടത്തിലാണ് നമുക്ക് മനസ്സിലാകുക. അവിടെയാണ് നമ്മൾ അത് വന്നു കഴിഞ്ഞാൽ ഇത് എനിക്ക് വരാനുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? അതങ്ങോട്ട് ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വരാനുള്ളത് നമുക്ക് വരിക തന്നെ ചെയ്യും. അത് മറ്റൊരാൾക്കും തടഞ്ഞു വെക്കാൻ കഴിയില്ല. ഇതിൻ്റെ മറ്റൊരു ഭാഗമാണത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅ്തിയ ലിമാ മനഅത. അതായത് അള്ളാഹു തടഞ്ഞത് വേറൊരാൾക്കും തരാനും കഴിയില്ല, അള്ളാഹു തന്നത് വേറൊരാൾക്കും തടയാനും കഴിയില്ല. ഇതൊരു ബേസായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇത് എനിക്ക് നിശ്ചയിച്ചതാണെങ്കിൽ അത് തടയാൻ വേറെ ആൾക്കൊണ്ട് കഴിയില്ല എന്ന ആ ഒരു വിശ്വാസം ഉണ്ടാകുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, പിന്നെ ഇത് ഉൾക്കൊണ്ട് അതിനോട് മാനസികമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് നമ്മൾ ചികിത്സിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും വിദഗ്ധമായ ചികിത്സ എവിടെ കിട്ടുമോ ആ ചികിത്സ നമ്മൾ നേടുക. ലിക്കുല്ലി ദാഇൻ ദവാ. എല്ലാ അസുഖങ്ങൾക്കും എന്തുണ്ട്? മരുന്നുണ്ട് എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതോടൊപ്പം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഉജ്ർനി ഫി മുസീബത്തി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. ഇങ്ങനെ തുടങ്ങിയ കുറേ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. എവിടെയാണോ നമുക്ക് വേദനകളുള്ളത് ആ വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്നാണ്. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ഭയന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെ കെടുതിയിൽ നിന്ന് അള്ളാഹുവിലും അവൻ്റെ കഴിവിലും ഞാനിതാ അഭയം തേടുന്നു എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. നമ്മൾ എന്താണോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്താണോ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആ കാര്യത്തിൽ ഇതാ ഞാൻ അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നു, അഭയം തേടുന്നു എന്ന ഈ പ്രാർത്ഥന നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇതിൻ്റെ കാര്യങ്ങൾ ചികിത്സയും മറ്റു കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ വശാവിർഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. നമ്മൾ പടച്ചോനിൽ ഭരമേൽപ്പിക്കുക, പിന്നെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നതാണ് അതിൽ നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് രോഗം വരില്ല എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കൽ എന്താ, എനിക്കൊരു രോഗമല്ലാതെ ഞാൻ അങ്ങനെ അങ്ങ് മരിച്ചു പോകുന്നൊരു ഡിഫാൾട്ട് ചിന്തയാണ് നമുക്കുള്ളത്. അങ്ങനെയല്ല നമ്മൾ പലപ്പോഴും വിചാരിക്കേണ്ടത്. നമുക്ക് രോഗം വരാമെന്ന ചിന്തയാണ്. രോഗം വരാമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ ദിവസവും രോഗമില്ലാതെ പോകുമ്പോൾ അൽഹംദുലില്ലാ, ഇന്നൊരു പ്രയാസം എനിക്കുണ്ടായില്ല, ഇന്നൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ല എന്നുള്ള ഒരു പോസിറ്റീവായ ചിന്തയാണ് നമുക്കുണ്ടാകുക.
അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്. എത്ര ആളുകൾക്ക് അതിൻ്റെ ഒരു ആന്തരാർത്ഥം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അതെന്തുകൊണ്ടാണ് അനുഭവിക്കാൻ കഴിയാത്തത്? രാത്രി കിടന്നിട്ട് ഒരു പ്രയാസമില്ലാതെ പകൽ സമയത്ത് നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നു എന്നത് വലിയൊരു സൗഭാഗ്യമാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ കാഴ്ചപ്പാട് വേണമെന്ത്? എനിക്ക് രോഗം വരാം, പ്രയാസം വരാം, പക്ഷെ ഇന്ന് വന്നില്ല, അൽഹംദുലില്ലാ. അല്ലേ? നമ്മളിപ്പോൾ ഈ പെരിന്തൽമണ്ണയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇന്നിങ്ങോട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടാവാം, ട്രാഫിക് ഉണ്ടാകാം എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി അതില്ലാതെ ഇങ്ങോട്ട് എത്തുമ്പോൾ അൽഹംദുലില്ലാ. പക്ഷേ ഒരു ട്രാഫിക് ഉണ്ടാവില്ല, ഞാൻ പോകുമ്പോൾ റോഡ് ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും എന്ന് വിചാരിച്ചാൽ വരുന്നതെങ്കിലോ പിന്നെ ട്രാഫിക് ഉണ്ടാകുമ്പോൾ പ്രയാസം വരിക. അപ്പോൾ വരാം എന്നാണ് വിചാരിക്കേണ്ടത്, പക്ഷേ വന്നില്ലെങ്കിൽ അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വിശ്വാസികൾ അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ സെക്കൻഡ് ഓരോ നിമിഷവും നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ ഒരു പ്രയാസമില്ലാതെ നമ്മൾ പോകുന്നു എന്നതിനുള്ള നന്ദിയാണത്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫി ലഹു വലാ മുഅ്വി. നമ്മെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുകയും നമുക്ക് അഭയമേകുകയും ചെയ്തവനായ അള്ളാഹുവിന് മാത്രമാകുന്നു സർവസ്തുതികളും. കാരണം എത്ര ആളുകളാണ് അവർക്ക് കാര്യങ്ങൾ നിർവഹിച്ചു നൽകുവാനും അഭയം നൽകുവാനും യാതൊരാളുമില്ലാതെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇപ്പം ഈ പള്ളിയിൽ വന്ന പല ആളുകളും ഹോസ്പിറ്റലുകളിൽ നിന്നായിരിക്കും വരുന്നത്. ആ ഹോസ്പിറ്റലുകളിൽ നിന്ന് വരുമ്പോൾ നിങ്ങളുടെ ആ രോഗികൾ ഒരു പക്ഷേ മൂക്കിൽ ട്യൂബിട്ട് കിടക്കുകയായിരിക്കും. ആ ട്യൂബിലൂടെ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുമ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഇറങ്ങിപ്പോകുന്നതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. മൂത്രമൊഴിക്കാൻ പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട്? ഇപ്പോഴും ആ മൂത്രം പോകാത്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച് കഴിയുന്ന എത്ര മനുഷ്യന്മാരുണ്ട്? കാലിൽ നീര് വന്ന എത്ര ആളുകളുണ്ട്? ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര രോഗികളുണ്ട്? അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇതൊക്കെ സ്മൂത്തായി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഏത് സമയത്തും അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന് വലിയ ആഴമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസികൾക്ക് യാതൊരു കാരണവശാലും നിരാശ ഉണ്ടാവാൻ പാടില്ല. നമ്മളെ ഈമാന് ശരിക്കും നമ്മളെ പരീക്ഷിക്കുന്ന സമയം ഇങ്ങനെ ഒരു പ്രയാസം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ തന്നെയാണ്. കാരണം രോഗത്തിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അജബൻ ലി അംറിൽ മുഅ്മിൻ. മുഅ്മിനിന്റെ കാര്യം അത്യത്ഭുതകരമാണ്. കാരണം എന്താ? ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ. അവന്റെ കാര്യത്തിലെല്ലാം ഖൈറായിട്ടേ വരികയുള്ളൂ. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. മുഅ്മിനുകൾക്കല്ലാതെ അങ്ങനെ ഉണ്ടാവുകയില്ല. മുഅ്മിനിന്റെ കാര്യത്തിൽ അവന്റെ ജീവിതത്തിൽ ഖൈറാകട്ടെ ഷർറാകട്ടെ എന്താകട്ടെ അത് വന്നാൽ അത് അവന് അവസാന ഖൈറായിട്ടേ വരികയുള്ളൂ. എന്താ കാര്യം? ഇന്ന അസ്വാബതുഹു സർറാ ശകറ. അവൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഒരു സന്തോഷമുള്ള കാര്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ശക്കറ, അവൻ കൂടുതൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യും. ഫകാന ഖൈറൻ ല, അപ്പോൾ അവൻ എന്താവും? അത് ഖൈറായിട്ട് വരും. എന്നാൽ വഇൻ അസ്വാബതുഹു ദർറാ, അവൻ എന്തെങ്കിലും ദുർറുകളാണ് ഉണ്ടായതെങ്കിൽ, പ്രയാസങ്ങളാണ് ബാധിച്ചതെങ്കിലോ സ്വബറ, അവൻ അതിൽ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അതും ഖൈറായിട്ട് വരും. ഇതാണ് അത്ഭുതം എന്ന് പറഞ്ഞത്. അതായത് നന്മ ഉണ്ടായ അതിൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതാണ്, ഞാൻ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ച് അഹങ്കരിച്ച് ഞാൻ കയറി വന്ന കോണിപ്പടികൾ മറക്കുന്ന ഒരു സ്വഭാവം ഒരു വിശ്വാസിക്ക് ഉണ്ടാവില്ല. അവിടെ സുജൂദ് ചെയ്യും, അവിടെ ശുക്ർ ചെയ്യും. എന്നാൽ ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിലോ ആ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ക്ഷമിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ടാണെങ്കിലും അവൻ്റെ ജീവിതത്തിൽ എന്തായി മാറും? അത് ഹൈറായിട്ട് വരും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് സമയത്ത് എന്ത് പ്രയാസം നമുക്കുണ്ടായി കഴിഞ്ഞാലും അതിനെ നമ്മളിങ്ങനെ പഴി പറഞ്ഞ് വരുന്നവരോടൊക്കെ ഇങ്ങനെ അസ്വസ്ഥത പറഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിച്ച്, ചില ആളുകൾക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടാവും, പക്ഷെ ആ അസുഖത്തിലേറെ അതിനെക്കുറിച്ച് ചിന്തിച്ച് അവർ വല്ലാതെ പ്രയാസത്തിലേക്ക് പോകുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെയല്ല, ഇതൊരു വിശ്വാസി ഇതിനൊക്കെ കൃത്യമായി ഈ രീതിയിലായിരിക്കണം നമ്മൾ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കേണ്ടത്. അങ്ങനെ ഏതൊരു പ്രതിസന്ധിയോടും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാം എന്താണോ അതിനോട് നമ്മളോട് സ്വീകരിക്കാനും പറഞ്ഞ നയം, ആ നയം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുഅ്മിനുകൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്കതിൽ ഖൈറായിരിക്കും, സന്തോഷമായിരിക്കും എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് രോഗം വന്നാൽ പോലും അവർക്ക് സന്തോഷമാകുന്നു എന്ന് പറയാനുള്ള കാരണം? അതും പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, അസുഖമോ ബുദ്ധിമുട്ടോ വന്നാൽ, ആ കാരണത്താൽ നമ്മുടെ ജീവിതത്തിൽ വന്ന തിന്മകൾ അള്ളാഹു
പൊറുക്കാൻ കാരണമാകുമെന്നാണ്. അതാണ് സന്തോഷം ഉണ്ടാകാൻ കാരണം. മാ യുസീബുൽ മുസ്ലിം, ഒരു മുസ്ലിമിന് ബാധിക്കുന്നില്ല എന്ത്, മിൻ നൊസബിൻ വല വസബിൻ, രോഗമാകട്ടെ ക്ഷീണമാകട്ടെ, വഹമ്മിൻ വല ഹുസ്നിൻ, എന്തെങ്കിലും അതിക്രമങ്ങളാകട്ടെ ഹുസ്നുകളാകട്ടെ, അവർക്ക് മനോദുഃഖങ്ങളാകട്ടെ, വല അദ വല ഗമ്മിൻ, എന്തെങ്കിലും ഉപദ്രവങ്ങളോ മറ്റു പ്രയാസങ്ങളോ ഒക്കെ ആകട്ടെ, ഇതൊന്നും ഒരു മുസ്ലിമിന് ബാധിക്കുന്നില്ല. ഇത് എത്ര വരെ, ഹത്ത ശൗക്കത്തി യുശാഖുഹ, കാലിൽ ഒരു മുള്ളുപോലും തറക്കുന്നില്ല. എങ്ങനെയല്ലാതെ, ഇല്ല കഫറുല്ലാഹു ബിഹാ മിൻ ഖതായാഹു, അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു പാപം അവന് പുറത്തു കൊടുത്തുകൊണ്ടല്ലാതെ. ഒരു മുള്ള് തറച്ചാൽ അതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ഒരു തെറ്റ് അള്ളാഹു പുറത്തിരുന്നതാണ്. അത് മനസ്സിനുള്ള വിഷമാകട്ടെ, രോഗമാകട്ടെ, ബുദ്ധിമുട്ടാകട്ടെ, തലവേദനയാകട്ടെ, പനിയാവട്ടെ, എന്തു വന്നാലും ആ കാരണം കൊണ്ട് എന്ത് സംഭവിക്കും, നമ്മളെ തെറ്റ് പടച്ചോൻ പുറത്തിരും. ഒരു കാരണം, അതുകൊണ്ടാണ് സന്തോഷം ഉണ്ടാവും എന്ന് പറയാൻ കാരണം. രണ്ടാമത്തെ കാരണം നന്മ രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ പദവികൾ അള്ളാഹു ഉയർത്തുകയും ചെയ്യും. മാമിൻ മുസ്ലിമിൻ യുശാഖു ശൗഖത്തൻ ഫമാ ഫൗഖഹ ഇല്ലാ കുതിബതു ലഹു ബിഹാ ദറജ, എന്തെങ്കിലും ഒരു മുള്ളാകട്ടെ, ഒരു പ്രയാസമാകട്ടെ അവന് ബാധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അവൻ്റെ പേരിൽ ഒരു നന്മ രേഖപ്പെടുത്തുകയും അവൻ്റെ ദറജകൾ ഉയർത്തുകയും ചെയ്യാതിരിക്കുകയില്ല എന്നാണ്. അപ്പോൾ അതും തന്നെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് കിട്ടുന്നൊരു റിവാർഡാണ്. മൂന്നാമതായി, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഫസ്വബറ, അവൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ, വഹ്തസബ ലം അർദലഹു സവാബൻ ദൂനൽ ജന്ന, അവന് തൃപ്തിപ്പെടുകയില്ല, എങ്ങനെയല്ലാതെ സ്വർഗം കൊണ്ടല്ലാതെ എന്നാണ്. ഇതിൻ്റെ പേരിൽ അവൻ സ്വർഗത്തിലേക്ക് പോകും. അവൻ്റെ പാപങ്ങൾ മുഴുവനും പൊഴിഞ്ഞു പോയി. ഒരു മരം ഉണങ്ങിയിട്ട് അതിൽ നിന്ന് ഇലകൾ എങ്ങനെ കൊഴിഞ്ഞു പോകുന്നുവോ അതുപോലെ അവൻ്റെ പാപങ്ങൾ മുഴുവനും കൊഴിഞ്ഞു പോയി അവനെ ശുദ്ധീകരിച്ചുകൊണ്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് എന്ത് ചെയ്യും, കൊണ്ടുപോകും. നമ്മളറിയാം, അൽഹംദുലില്ലാ എനിക്ക് ഈ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, അൽഹംദുലില്ലാ നല്ല കാര്യം. പക്ഷേ കുറച്ചു കാലം ഒരു അസുഖം ഉണ്ടായിയെങ്കിൽ അതൊരു പക്ഷേ ആ അസുഖത്തിലൂടെ അള്ളാഹു നമ്മളെ പൂർണ്ണമായി കഴുകി ഈ ദുനിയാവുന്ന എല്ലാ തിന്മകളും മായ്ച്ചു കളഞ്ഞ് നമ്മളെ കൊണ്ടുപോകാനായിരിക്കാം എന്ന് പോസിറ്റീവായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പരീക്ഷണം റബ്ബിലേക്ക് മടങ്ങാൻ കാരണമാകുമെന്നാണ്. നമ്മളൊരു പോക്കിങ്ങനെ പോവുകയാണ്. ചില ആളുകൾ ഇപ്പോൾ ഇതിൽ ഓരോ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, അധ്യാപകരുണ്ടാവും, എഞ്ചിനീയർമാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും, കച്ചവടക്കാരുണ്ടാവും. ഇവർക്കൊക്കെ ജീവിതത്തിൻ്റെ രീതി എന്ന് പറയുന്നത് എന്താ, രാവിലെ എഴുന്നേൽക്കുന്നു, ഒരു യന്ത്രം പോലെ കാര്യങ്ങൾ നിർവഹിക്കുന്നു, ചടുലമായി വേഗം വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു, ഓഫീസിലെത്തുന്നു, സ്ഥാപനത്തിലെത്തുന്നു, അതുമായി ബന്ധപ്പെട്ട എൻഗേജ്മെൻറ്റിൽ ഏർപ്പെടുന്നു, വൈകുന്നേരം തിരിച്ച് തളർന്ന് ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുന്നു, കുടുംബത്തോടും സംസാരിക്കാൻ കഴിയാതെ പോകുന്നു. ഒരു ഞായറാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീർത്താത്ത ജോലികൾ ഉണ്ടാകുന്നു, തിരക്കുണ്ടാകുന്നു. അതിനിടയിൽ നമ്മുടെ കാര്യങ്ങൾ, ഇബാദത്തും മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയില്ല. ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും, അശ്രദ്ധമായി പോകും. ചിലപ്പോൾ നമ്മുടെ ദുനിയാവിലേക്ക് വല്ലാതെ അങ്ങോട്ട് ഇഴുകി ചേർന്നിട്ടുണ്ടാവും, തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടാവും. അതിനിടക്കായിരിക്കും ഇതുപോലെ എന്തെങ്കിലും അസുഖമോ പ്രയാസമോ വരുമ്പോൾ അപ്പോൾ നമ്മളെക്കുറിച്ച് എന്ത് ചെയ്യും, ഒന്ന് ചിന്തിക്കാൻ കാരണമാവും. എത്ര ആളുകളുണ്ട് അങ്ങനെ വരുമ്പോൾ, പടച്ചോൻ ഈ പോക്ക് പോയി പിന്നെ ഞാനൊരു മര്യാദക്ക് നിസ്കരിച്ചിട്ടില്ലല്ലോ, ഈ ആക്സിഡൻറ്റിലെങ്ങാനും ഞാൻ അപ്പം മരണപ്പെട്ടിട്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള ദുഹ്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ, ഇതിന് ഞാൻ ഖുർആൻ കയ്യിലെടുത്തൊന്ന് പാരായണം ചെയ്തിട്ട് എത്ര കാലമായി, എത്ര തിന്മകളുണ്ട്, എൻ്റെ ശരീരത്തിനുള്ളിൽ ഇപ്പോഴും ലഹരിൻ്റെ വസ്തുണ്ടല്ലോ, ലഹരി സാധനങ്ങളുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഒരു ബേജാറിലേക്ക് അപ്പോൾ വന്നു കഴിയുമ്പോഴാണ് അവസ്ഥകൾ ആലോചിച്ച് നോക്കും. അപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്നാണ്. നിങ്ങൾക്ക് ഹസനാത്തുകൾ തരുന്നതും അതുപോലെ തന്നെ സയ്യിആത്തുകൾ തരുന്നതും എന്തിനു വേണ്ടിയാണ്? അത് തന്ന് നിങ്ങളെ പരീക്ഷിക്കും. എന്തിനു വേണ്ടി? ലഅല്ലഹും യർജിഊൻ. ഇപ്പം നിങ്ങൾ പോണ പോക്കൊന്നും മടങ്ങാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് തിരിച്ചു പോരാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ വന്നത് നമുക്കൊരു നിയമത്തായിട്ടാണ് വരിക. അപ്പോഴാണ് നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഒരു ഷോക്ക് വരുമ്പോഴാണ് ചില ആളുകൾ പെട്ടെന്ന് മകൻ മരിച്ചു, അല്ലെങ്കിൽ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അപ്പോഴായിരിക്കും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. അതുവരെ അത് ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. അങ്ങനെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് നമ്മളെക്കുറിച്ച് ചിന്തിച്ച് മടങ്ങി വരിക. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ചില ആളുകൾക്കൊരു ധാരണ ഉണ്ട്, കുറേ തെറ്റ് ചെയ്ത ആളുകൾക്കാണ് ഈ രോഗം, അസുഖവും പ്രയാസമൊക്കെ വരുന്നത്. അവനെന്തോ അള്ളാഹു ഒരു മുസീബത്ത് കൊടുത്ത് പ്രയാസപ്പെടുത്തുന്നുള്ളൊരു ധാരണ ഉണ്ട്. അങ്ങനെയൊന്നുമല്ല, ചിലപ്പോൾ ശിക്ഷയായിട്ടും വന്നേക്കാമെന്ന് മാത്രം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളെ വിശ്വാസത്തിനനുസരിച്ച് നമുക്ക് പരീക്ഷണം വർദ്ധിക്കും എന്നുള്ളതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബു മിൻഹു. ആർക്കെങ്കിലും നന്മ വിചാരിച്ചാൽ അവനെ രോഗം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു നന്മ ഖൈർ അള്ളാഹു ഉദ്ദേശിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ചില രോഗങ്ങളൊക്കെ അള്ളാഹു തരുന്നു. അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പരീക്ഷണം ആർക്കാണ് ഉണ്ടായിട്ടുള്ളത്?
പ്രവാചകന്മാർക്കാണ്. ഇപ്പം അയ്യൂബ് നബിൻ്റെ അവസ്ഥ നമുക്കറിയാലോ. അയ്യൂബ് നബി രോഗം വന്ന്, അസുഖം വന്ന്, ശരീരം മുഴുവൻ പുഴുത്തു പൊട്ടി, നാട്ടുകാരും കുടുംബങ്ങളും വരെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്ന്. അവർ പ്രവാചകനാണ് ആ സംഭവിക്കുന്നത്. എന്തിനാണത്? എന്നിട്ടും അർഹമുർ റാഹിമീൻ എന്ന വാക്ക് മാത്രമാണ് അയ്യൂബ് നബിൻ്റെ നാവെന്ന് വന്നത്. അങ്ങനെ എല്ലാ പ്രവാചകന്മാരും എടുത്ത് പരിശോധിച്ച് നോക്കി. അപ്പോൾ ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടാകുക പ്രവാചകന്മാർക്കാണ്, പിന്നെ അതിൻ്റെ താഴെയുള്ളവർക്കാണ്, പിന്നെ അതിൻ്റെ താഴെയുള്ളവർക്കാണ്. നിങ്ങളെ ദീനിൻ്റെ നിലവാരം അനുസരിച്ച് നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. ആ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ അതിജീവിക്കുമ്പോഴാണ്, അതിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നാളെ പരലോകത്ത് സ്വർഗം നമുക്ക് നേടാൻ കഴിയുന്നത്. ഇവിടെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ പ്രതിബന്ധങ്ങളെയും കടന്നു കയറുന്നവർക്കാണ് ഈ ദുനിയാവ് തന്നെ എന്ത് ചെയ്യുന്ന വലിയ റിവാർഡുകൾ കിട്ടുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ പരലോകത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വിഷമങ്ങൾ, പ്രയാസങ്ങൾ എന്ന് പറയുന്നതിനോട് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് നമുക്കതിനോട് പ്രതികരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ പര്യവസാനമാകുമ്പോൾ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടത്. ചില ആളുകൾ അപൂർവമായിട്ടെങ്കിലും നല്ല നിലക്ക് നിസ്കരിച്ചൊക്കെ ഇങ്ങനെ പോകുന്ന ആളുകൾ, ഇങ്ങനത്തെ അസുഖവും ബുദ്ധിമുട്ടും വന്ന് വേദനയും വന്ന് ഇത്രയും കാലം ഞാൻ നിസ്കരിച്ചു, ഇനി എന്തിനാ നിസ്കരിക്കേണ്ട അത് എന്ന് പറഞ്ഞിട്ട് ആ നമസ്കാരത്തിൽ നിന്ന് വീഴ്ച വരുത്തുക, പടച്ചോനോടൊരു നിഷേധം വരിക, ഇങ്ങനെയൊക്കെ ചില ആളുകൾ അപൂർവം സംഭവിക്കലുണ്ട്. അയാൾ പരീക്ഷണത്തിൽ പരാജയപ്പെടും. അവസാന കാലം വെച്ച് അത്രയും കാലം നിസ്കരിച്ചത് ഉപകാരപ്പെടാതെ മരിച്ചു പോകുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരണത്തോടടുക്കുമ്പോൾ കുറച്ചുകൂടെ വിശുദ്ധി പാലിക്കുക. ഈ ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിനോട് വിഷമുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇപ്പം ഇന്ന് കാണുന്നൊരു സ്വഭാവം എന്താ വെച്ചാൽ, പ്രായമാകും തോറും ഇന്ന് പ്രായമാകുന്ന ആളുകൾക്ക് പോലും ബോധം വരാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ സർവീസുകളിൽ നിന്ന് പെൻഷനായ ആളുകളുടെ കൂട്ടായ്മകളും സംഗതികളും ഒക്കെ കാണിക്കുന്ന അവരുടെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരിപ്പോൾ ചെറുപ്പക്കാരായി കണ്ട് നടക്കാൻ തോന്നും. അതായത് ഇതുവരെ ചെയ്യാത്ത എല്ലാ വേണ്ടാത്തരങ്ങളിലേക്കും പോകുന്ന സാഹചര്യം പ്രായമാകുന്ന ആളുകളിൽ ഇന്ന് പതിയെ പതിയെ വരുന്നുണ്ട് എന്ന ഗൗരവബോധം കൂടി നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അവസാന കാലമാകുമ്പോൾ നമ്മൾ മരിച്ച് മയ്യത്ത് കൊണ്ടുവന്ന് കിടത്തുന്ന സമയത്ത് നമ്മളെ സുഹൃത്തുക്കളും നാട്ടുകാരും നമ്മളായിട്ട് ബന്ധമുണ്ടായിരുന്ന മനുഷ്യന്മാരൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ ജനങ്ങളോട് പെരുമാറേണ്ടത്. എന്താ ചില വിഡ്ഢികളായ മനുഷ്യന്മാരുണ്ടെന്ത് അവസാന കാലമാകുമ്പോൾ അത്രകാലം കുടുംബബന്ധവും സുഹൃബന്ധവും ഉണ്ടായിരുന്ന ആൾക്കാരോടൊക്കെ നിസ്സാര കാരണങ്ങൾ ഉണ്ടാക്കി പിണങ്ങി ആർക്കും പറ്റാത്തവനായി മരിച്ചു പോകുന്നൊരവസ്ഥ. അപ്പോൾ ആ അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എന്ത് പ്രയാസം ഉണ്ടായാലും അത് അള്ളാഹുവിൽ നിന്നാണെന്ന് മനസ്സിലാക്കി ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക. അള്ളാഹുവിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് എല്ലാവർക്കും ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെയും വിവാഹം കഴിച്ചിട്ട് സന്താന സൗഭാഗ്യമില്ലാത്ത എല്ലാ സഹോദരങ്ങൾക്കും സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത പ്രയാസം കൊണ്ട് ഉപജീവന മാർഗത്തിന് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അവരുടെ ഉപജീവന മാർഗത്തിൻ്റെ കാര്യത്തിൽ ഒരു തുറവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മറ്റുള്ള ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്, കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين يا أرحم الراحمين.